യെസ്, നമ്മുടെ എക്സാം ടൈം ആണ്. എത്രയും പെട്ടെന്ന് വേഗം എല്ലാവരും പാരന്റ്സിനൊക്കെ വേഗം വിളിച്ച് അടുത്തിരുത്താം കേട്ടോ. വേഗം അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കാം. മക്കളെയും പാരന്റ്സിനെയും കൃത്യമായിട്ട് സ്ക്രീനിൽ കാണണം. എല്ലാ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ മാറ്റി എക്സാം ബുക്ക് മാത്രം എടുത്ത് വെക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് വേഗം അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കി. ക്വസ്റ്റ്യൻ ഇപ്പൊ സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് കോൺട്രാ എൻട്രീസ്. എന്താണ് കോൺട്രാ എൻട്രീസ് എന്ന് എഴുതാട്ടോ. 2 മാർക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ്. ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും വന്നിട്ട് 60,000 45,000. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് 7,000. പർച്ചേസ്ഡ് ഓഫീസ് മെഷീൻ ബൈ ചെക്ക് 5,000. ക്യാഷ് സെയിൽസ് 10,000. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് 10,000. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് 3,000. റെന്റ് പെയ്ഡ് ബൈ ചെക്ക് 2,000. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താ. ഓൾ ദി ബെസ്റ്റ്. വേഗം വീഡിയോ ഓൺ ആക്കാം. നമുക്ക് ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ചെക്കിംഗ് ടൈമിൽ എല്ലാവരുടെയും വീഡിയോ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ 0 മാർക്ക് ആയിരിക്കും. എത്ര പെട്ടെന്ന് വേഗം എല്ലാവരും വീഡിയോ ഓൺ ആക്കി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇനി ക്ലാസ്സുകളുടെ ലിങ്കുകളും അതുപോലെ തന്നെ നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ പാരന്റ് പോർട്ടൽ വഴിയായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പാരന്റ് പോർട്ടലൊക്കെ എല്ലാവരും ലോഗിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് കൈവിശി കാണിച്ച് ലോഗിൻ ചെയ്തവരൊക്കെ. ലോഗിൻ ചെയ്തവരൊക്കെ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ ഓക്കെ. യെസ്, ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകളുടെ PDF-ഉം അതുപോലെ തന്നെ ക്ലാസ് ലിങ്കുകളും എല്ലാം നിങ്ങൾക്ക് പാരന്റ് പോർട്ടൽ വഴി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാത്തവർ, അതായത് പാരന്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാത്തവരും അവർക്ക് ഇഷ്യൂ ഉള്ളവരും ഒന്ന് റീസാൻഡ് ചെയ്തേ. ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഒന്ന് റീസാൻഡ് ചെയ്തേ. പാരന്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരും അത് ലോഗിൻ ചെയ്യാൻ പറ്റാത്തവരും അതിന് ഇഷ്യൂസ് ഉള്ളവർ മാത്രം റീസാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് ലോവർ എൻഡ് ചെയ്തോളൂ. ഓക്കെ, നമുക്കപ്പോൾ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതിന് മുമ്പ് കോൺട്രാ എൻട്രി എന്താണെന്നുണ്ട്. വെൻ ദർ ഈസ് എ ട്രാൻസാക്ഷൻ ദാറ്റ് റിലേറ്റ്സ് ടു ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക്, ദിസ് വിൽ ബി റിട്ടൺ ഓൺ ദ വൺ സൈഡ് ഓഫ് ബാങ്ക് കോളം ആൻഡ് അതർ സൈഡ് ഓഫ് ദ ക്യാഷ് കോളം. സച്ച് ട്രാൻസാക്ഷൻസ് ആർ നോൺ ആസ് കോൺട്രാ എൻട്രി. ഇത് തന്നെ എഴുതണമെന്നില്ല കേട്ടോ മക്കളെ. അതായത് സം ട്രാൻസാക്ഷൻസ് ആർ എന്താണ് അപ്പിയറിംഗ് ഇൻ ദ ബോത്ത് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. ഒരു ക്യാഷ് ബുക്കിന്റെ ബോത്ത് സൈഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയാ. എക്സാമ്പിൾ വേണമെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ഇതൊക്കെ എഴുതാം. അപ്പൊ ഈ പറയുന്ന ഡെഫിനിഷൻ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് 2 മാർക്ക് കൊടുക്കുക കേട്ടോ. 2 മാർക്ക് കൊടുക്കുക. യെസ്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണേ. ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക. 60,000 45,000 കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്. 5-ാം തീയതി ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എഴുതുക. 7,000 രൂപ കറക്റ്റ് ക്യാഷിലാണ് എഴുതുന്നത്. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്. 10-ാം തീയതി ഓഫീസ് മെഷീൻ ചെക്ക് ആയതുകൊണ്ട് ബാങ്കിൽ എഴുതുക 5,000. 18-ാം തീയതി ഡെബിറ്റ് സൈഡിൽ സെയിൽസ് ക്യാഷിൽ 10,000 രൂപ എഴുതുക. 22-ാം തീയതിയിലെ കോൺട്രാ എൻട്രി ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ 10,000, ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷ് കോളത്തിൽ 10,000. സി എന്ന് എഴുതാൻ വിട്ടുപോകരുത്, അതിന് 1 മാർക്ക് കൊടുക്കുക. 25-ാം തീയതി ഡ്രോയിങ്സ് ആണ്. അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത കാരണം ബാങ്കിൽ എഴുതുക 3,000. 30-ാം തീയതി റെന്റ് പെയ്ഡ് ബൈ ചെക്ക് ആണ്. അത് ബാങ്കിൽ എഴുതുക 2,000. അവസാനം ബാലൻസിങ് ഫിഗറിന് 1 മാർക്ക്. അങ്ങനെ ഓരോന്നിനും 1 മാർക്കാണ്. കോൺട്രാ എൻട്രിക്ക് 1 മാർക്കാണ്. 2 സൈഡിലും കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ബാലൻസ് നമുക്ക് ക്യാഷിൽ 73,000 ആണ് കിട്ടുക, ബാങ്കിൽ 25,000 ആണ് കിട്ടുക.
ഫുള്ള് കറക്റ്റ് ആണെങ്കിൽ ബാലൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കുക. 8 മാർക്കാണ് കേട്ടോ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫുൾ കറക്റ്റ് ആണെങ്കിൽ 8 മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഓരോ മിസ്റ്റേക്കിനും 1 മാർക്ക് വെച്ച് കുറയ്ക്കുക. മാർക്ക് ഒന്ന് ടോട്ടൽ ചെയ്യുക. പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ദെൻ പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ് ടൈം.